രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീട്ടിലാണുള്ളത്. ഏത് സമയം വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടേക്ക് വരും. അതിനുവേണ്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വാതിൽ ഉൾപ്പെടെയുള്ള തുറന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാത്തിരിക്കുകയാണ്. സാധാരണയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വാർത്താസമ്മേളനം നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹം നിന്നാണ് സംസാരിക്കാറുള്ളത്. കൂട്ടത്തിൽ MLA വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹം നിന്നാണ് സംസാരിക്കാറുള്ളത് പതിവ്. പക്ഷേ ഇന്ന് നേരത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിരുന്ന് സംസാരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. കാരണം ഉച്ചവരെയും പലരും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ സംസാരിക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു. അതായത് താൻ രാജിവെക്കില്ല, MLA സ്ഥാനം രാജിവെക്കില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു നിയമപരമായി നോക്കുകയാണെങ്കിൽ പോലും ഒരു കൃത്യമായ ഒരു പരാതി തനിക്കെതിരെ വരാത്തത് കൊണ്ട് എന്തിന് താൻ രാജിവെക്കണമെന്നാണ് അടുത്ത സുഹൃത്തുക്കളും രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള ആളുകളും ചില സംസാരിച്ച മാധ്യമ പ്രവർത്തകരോടൊക്കെ വ്യക്തിപരമായി പറഞ്ഞത്. പക്ഷേ ഒരു 3-4 മണിക്കൂറിനിപ്പുറം എന്തുകൊണ്ട് പെട്ടെന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം. എന്താണ് ഇനി പറയാൻ പോകുന്നത്? ഒരുപക്ഷേ ഈ കാര്യം VD സതീശൻ ഉൾപ്പെടെയുള്ളവർ കൈവിട്ടു എന്നുള്ള നിലയിലുള്ള വാർത്തകൾ കൃത്യമായി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് അതിനൊരു കൃത്യമായ കാരണം എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്ന കാര്യം. രാജിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം കാര്യം ഒരു കൃത്യമായ ഒരു പരാതിയോ നേരത്തെയൊക്കെ പറഞ്ഞ ഒരു കാര്യം അത് തന്നെയായിരുന്നു. ഒരു നിയമ നടപടി ഒന്നും ഇല്ലാത്ത ഒരു സംഭവം എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ മാറി എന്തുകൊണ്ട് പെട്ടെന്ന് രാജിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ചോദ്യത്തിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരും. കാര്യം കൃത്യമായി അതെല്ലാം സംസാരിച്ച ശേഷമായിരിക്കും രാഹുൽ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കിവിടെ കണ്ടാലറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആ വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ടായിരിക്കും വാർത്താ സമ്മേളനം നടത്തുക. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസാണ് പിന്നിലുള്ളത്. അവിടേക്ക് സാധാരണ കഴിഞ്ഞ തവണ പോലും ഇരുന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തുമോ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഇല്ല, തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ നിന്ന് പറയുമെന്നുള്ളൊരു സാധാരണ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇരുന്ന് കാര്യങ്ങളെല്ലാം തന്നെ പറയാൻ തയ്യാറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരുപക്ഷെ കുറച്ച് സമയം നീണ്ടുപോകുന്ന ഒരു വാർത്താ സമ്മേളനം ആയിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് രാഹുലിന് പറയാനുള്ളത്? MLA സ്ഥാനം, അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA ആയി വരുന്ന വളരെ വലിയൊരു വാശിയേറിയ പോരാട്ടം നടക്കുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ അവിടെ നിന്നും വിജയിച്ച് MLA ആയി നിയമസഭയിലേക്ക് വരുന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വാർത്താ സമ്മേളനം നടത്താനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കുറേയേറെയുണ്ട്. ഒരുപക്ഷെ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ അശ്ലീല സന്ദേശം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അതിലൊക്കെ ഒരുപക്ഷെ അക്കമിട്ട് നിരത്തിയുള്ള ഒരു വിശദീകരണം നൽകാൻ കൂടിയായിരിക്കും തയ്യാറെടുക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതുവരെ ആരും പല സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനമായി പാർട്ടി ഓഫീസുകളിലൊക്കെ മാത്രമാണ് സാധാരണ ഇരുന്ന് സംസാരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെയുള്ളവർ അത്തരത്തിൽ ചോദിക്കുമ്പോൾ അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് ഇങ്ങോട്ടേക്ക് അറിയിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയാൻ തയ്യാറാണ്. അപ്പോൾ ദീർഘമായി പോകും എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ. എന്താണ് കാര്യം? ആ ഒരു പൊളിറ്റിക്കൽ കരിയറിൻ്റെ കാര്യങ്ങൾ കുറച്ചധികം സംസാരിക്കാനുണ്ടാകും. എന്തുകൊണ്ട് രാജിയിലേക്ക് പോകുന്നുവെങ്കിൽ അതിൻ്റെ കാര്യം കൃത്യമായി പറയേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം പോലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു കാര്യം ഇതായിരുന്നു. അതായത് താൻ രാജിവെക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു പറഞ്ഞു തനിക്കെതിരെ ഇതുവരെയായിട്ട് നിയമപരമായിട്ട് ഒരു പരാതി പോലും വന്നിട്ടില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തൻ്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ, അതായത് പാർട്ടിയിലെ ആരുടെയും ഒരു പിന്തുണ, കാര്യം തന്നെ ഗോഡ്ഫാദറാക്കി വെച്ചിരുന്ന പല ആളുകളും കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അവരെല്ലാം ഒന്നടങ്കം കൈ ഒഴിഞ്ഞത് തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് നയിച്ചതെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നിന്നും നിയമസഭയിലേക്ക് വരുന്നു, വീണ്ടും പാലക്കാട്, അതായത് സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് പോലും, താൻ പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഒരു MLA നിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ബുധനാഴ്ച വീട്ടിലേക്ക് വരുന്നു, വ്യാഴാഴ്ച പരിപാടികൾ കഴിഞ്ഞ് തിരികെ പാലക്കാടേക്ക് മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത്. പക്ഷേ അതിന് പിന്നാലെയാണ് പൊടുന്നനെ പരാതികൾ ഉയർന്നു വരികയും ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തത്. അതിനുശേഷം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. വളരെ അടുത്ത ആളുകളോടും അടുത്ത പാർട്ടി പ്രവർത്തകരോടും മാത്രമാണ് ഇതുവരെ സംസാരിച്ചത്. എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടേ പാലക്കാടേക്ക് പോകുമോ എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതെങ്കിൽ പോലും ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. പുതിയ ഓഡിയോ സന്ദേശങ്ങൾ, ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു. രാഹുൽ യാചിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ആക്രോശിക്കുന്നതുമായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ ഇനിയും ന്യായീകരിച്ച് നിൽക്കും? കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ ഇതിനെ ഒന്ന് ന്യായീകരിക്കുമെന്നുള്ളതാണ് വലിയൊരു പ്രശ്നമായി പറയുന്നത്. ഇന്ന് നേതാക്കളൊക്കെ പറയുമ്പോൾ തന്നെ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ്, ഷിബു ബേബി ജോൺ പറഞ്ഞു കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, കൃത്യമായി നടപടിയെടുക്കുമെന്ന്. പക്ഷേ അതിനെയൊന്നും അതായത് രാഹുൽ ചെയ്ത കാര്യത്തൊന്നും അംഗീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു
പ്രഷർ ഉണ്ടാകും. അപ്പോൾ ആ പ്രഷറിൻ്റെ കൂടെ ഭാഗമായിട്ടായിരിക്കാം രാഹുൽ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്ന തീരുമാനം. എന്താണ് പറയാനുള്ളത്? ഒരുപക്ഷെ രാജിയാണോ മറ്റെന്തെങ്കിലും കാര്യമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരികയുള്ളൂ. യെസ്, എന്തായാലും ലിജോ, ഇന്നിപ്പോൾ ഇങ്ങനെയൊരു സുപ്രധാനമായ നിർണായകമായ വാർത്താ സമ്മേളനത്തിന് മുന്നോടിയായി മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ അങ്ങനെ ആരെങ്കിലും അവിടെ എത്തിച്ചേരുകയോ കൂടിക്കാഴ്ച നടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട്ടിൽ നിലവിൽ പോലീസ് സുരക്ഷയിൽ തന്നെയാണ്. മുതിർന്ന നേതാവ് DCC പ്രസിഡന്റ് അതുപോലെയുള്ള മറ്റാരും ഇവിടേക്ക് എത്തിയതായി നമുക്ക് വിവരമില്ല. രാഹുലിനോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ എപ്പോഴും ഉണ്ടായിരുന്ന അതേ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത്. പിന്നെ മറ്റു ചില പാർട്ടി പ്രവർത്തകർ രാഹുലുമായിട്ട് അടുത്ത് നിൽക്കുന്ന വിഭാഗവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇവിടെ വന്ന് പാർട്ടിയിലെ ആളുകളൊക്കെ വന്ന് നേരിൽ കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പോയി. അതിനപ്പുറം വലിയ മുതിർന്ന നേതാക്കളെ ഒന്നും നിലവിൽ ഇവിടെ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. കാര്യം സ്വന്തം ആ പാർട്ടിയിൽ നിന്ന് പോലും കൃത്യമായ ഒരു പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ടോ? കാര്യം ഈ മുകേഷിന്റെ കാര്യവും ഒപ്പം തന്നെ AK ശശീന്ദ്രന്റെ കാര്യമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാഹുൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത്തരത്തിൽ ഒരു കാര്യത്തിൽ ഇനി എത്രത്തോളം കാര്യം മുകേഷിനെ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു MLA ഉണ്ട്, അപ്പോൾ പിന്നെ എന്നോട് എന്തിനാണ് രാജി ആവശ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമൊക്കെ വന്നു. ആ സാഹചര്യമൊക്കെ മാറി കൂടുതൽ കാര്യം വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും പഴയ ആളുകളുടെ ആരോപണങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് രാഹുൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.